നമസ്കാരം. തലസ്ഥാനം പിടിക്കാൻ ബി ജെ പി അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് കളത്തിലിറങ്ങുകയാണ്. ബുധനാഴ്ച ബി ജെ പി നടത്തുന്ന പദയാത്രയിൽ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം കൊടുക്കുന്നതായിരിക്കും. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന് പുറമെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മുൻ DGP ശ്രീരേഖ IPS, എസ് സുരേഷ്, വി രാജേഷ്, കരമന ജയൻ, അങ്ങനെ തുടങ്ങി ബി ജെ പിയുടെ തലസ്ഥാനത്തെ പ്രമുഖ നിരകളെല്ലാം തന്നെ ബി ജെ പിക്ക് വേണ്ടി തലസ്ഥാനം പിടിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുകയാണ്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് തലസ്ഥാനത്ത്, അതായത് 5-ാം തീയതി മുതൽ 11-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന വലിയ പദയാത്രയ്ക്കാണ് ബി ജെ പി നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ബി ജെ പി കോർപ്പറേഷനിൽ ഉൾപ്പെടുന്ന 3 നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും കൃത്യമായി എത്തിക്കൊണ്ട് ഓരോ വാർഡുകളിലും കൃത്യമായ ചലനങ്ങൾ നടത്തിക്കൊണ്ട് അത്തരത്തിൽ എല്ലാ തലത്തിലും അടിമുടി സക്രിയമായി പ്രവർത്തിക്കുക എന്ന നിലയിലേക്ക് ബി ജെ പി തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വിപുലമായ പ്രചരണ പരിപാടികൾ നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. നേരത്തെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുവെങ്കിലും ബി ജെ പി ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിക്കുന്നതിന്റെ ഭാഗമായി ബി ജെ പിയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള ആ വലിയൊരു ഓപ്പറേഷനിൽ പങ്കാളികളാവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 101 വാർഡുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ 51+ എന്നുള്ള ആ ഒരു മാജിക്കൽ സംഖ്യ, ആ സംഖ്യ കടക്കുക എന്നുള്ള വലിയ തീരുമാനം തന്നെ ബി ജെ പി എടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 6-ാം തീയതി പ്രഖ്യാപിക്കാൻ പോകുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ വളരെ പ്രധാനപ്പെട്ട, അതായത് സംസ്ഥാന ചുമതല വഹിക്കുന്നവർ, ജില്ലാ ചുമതല വഹിക്കുന്നവർ, മണ്ഡലം ചുമതലകൾ വഹിക്കുന്നവർ ഉൾപ്പെടെ വലിയൊരു പ്രമുഖ നിര തന്നെ ഉണ്ടാകും എന്നാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നും അനൗദ്യോഗികമായി നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ മത്സരിച്ചിട്ടുള്ള 35 സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ വിജയിച്ചിട്ടുള്ള 35 സ്ഥാനാർത്ഥികൾ 33 പേരും, 2 പേർ ഇപ്പോൾ ഇല്ല, 33 പേരും തന്നെ ആ മത്സര രംഗത്ത് ഉണ്ടാകും എന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഇത് സംബന്ധിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പായി തന്നെ അത് സംബന്ധിച്ച് തിങ്കളാഴ്ച തന്നെ ഒരു പട്ടിക തയ്യാറാക്കിക്കൊണ്ട് ആ പട്ടിക ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെ അനുമതിക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ്. സംസ്ഥാന ഘടകത്തിന്റെ അനുമതിയോടൊപ്പം തന്നെ RSSന്റെയും ഒരു നിരീക്ഷണം ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് സംഘപരിവാർ സംഘടനകൾ, RSS ഉൾപ്പെടെ എല്ലാ സംഘടനകളും ഇതിനുവേണ്ടി സക്രിയമായുള്ള പരിപാടികൾ നടത്തുക എന്ന് തന്നെയാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്നുള്ളത് 6-ാം തീയതി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ ബി ജെ പി ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിയിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ 16-ാം തീയതി ബി ജെ പി വളരെ നിർണായകമായ ഒരു പരിപാടി നടത്തിയിരുന്നു. ആ പരിപാടി എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏതൊക്കെ തരത്തിലുള്ള വികസന പദ്ധതികൾ ഇനി മുന്നോട്ട് വരണം, ഏതൊക്കെ തരത്തിൽ അനന്തപുരി, വികസിത അനന്തപുരി എന്ന് പറയുന്ന ബി ജെ പിന്റെ ടാഗ് ലൈനും ഒപ്പം തന്നെ എത്തണം, അതിന് ഉപോത്ബലകമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ആശയങ്ങളാണ് വരേണ്ടത്, അത്തരത്തിൽ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വികസന ചർച്ച തന്നെ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, വാർഡ് തലങ്ങളിൽ നിന്ന് ആളുകളുടെ എല്ലാം തന്നെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് ഓരോ വാർഡിലും ഇനി എന്തൊക്കെയാണ് വികസന പദ്ധതികൾ നടപ്പാക്കേണ്ടത്, തിരുവനന്തപുരം കോർപ്പറേഷൻ അടിപൊളി മാറി ഒരു വികസിത കോർപ്പറേഷനായി മാറാൻ വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള ഇൻപുട്ടുകൾ നൽകണം, അതിന് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്തൊക്കെ കൊണ്ടുവരണം, ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ബി ജെ പി സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്ത് അതിന് ഉപോത്ബലകമായ തരത്തിലുള്ള ഒരു പ്രകടന പത്രിക തന്നെയാണ് ഇറക്കാൻ വേണ്ടി പോകുന്നത്. ബി ജെ പിയുടെ പ്രകടന പത്രികയിലേക്ക് കൃത്യമായി ആളുകൾക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു പ്രത്യേക സംവിധാനം, പ്രത്യേക ആപ്പ്, പ്രത്യേക സോഫ്റ്റ്വെയർ തന്നെ ആളുകൾക്ക് നേരിട്ട് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളും ബി ജെ പി കാലയെക്കൂട്ടി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വിവിധ പേജുകളിൽ കാണുന്ന സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയും ഉൾപ്പെടെയുള്ള പേജുകളിൽ കാണുന്ന QR കോഡ് വഴി ആ ഒരു വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ ആപ്പിലേക്കോ നേരിട്ട് എത്തിക്കൊണ്ട് ഇൻപുട്ടുകൾ നൽകാൻ പറ്റുന്ന സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 35 വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന LDFന്റെ ഭരണ പരാജയങ്ങളെ, പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിലായി LDFന്റെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കെടുകാര്യസ്ഥത, ആ കെടുകാര്യസ്ഥതയും അഴിമതിയും കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി ജെ പി വാർഡുകളിൽ മത്സരിച്ച് വോട്ട് തേടുക എന്നുള്ളതാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട അവിടുത്തെ ചർച്ചകൾ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ 35 വർഷകാലമായി LDF ഭരിക്കുന്ന കോർപ്പറേഷനിലെ അഴിമതിയെ കുറിച്ചാണ്.
കഴിഞ്ഞ പൊങ്കാല ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ, പൊങ്കാലയ്ക്കുണ്ടായ അടുപ്പ് കല്ലിന്റെ അഴിമതിയിൽ പോലും തുടങ്ങുന്ന അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ മാധ്യമങ്ങൾ നിരന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നിരവധി സംഭവങ്ങൾ. ആ സംഭവങ്ങളെല്ലാം തന്നെ BJP വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി മാറ്റിയിരിക്കണം. മാത്രമല്ല, ഏറ്റവും ഒടുവിലായിട്ട് നടത്തിയിട്ടുള്ള ഈ സ്വർണ്ണ കൊള്ള, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സാധാരണ പ്രവർത്തകരുടെ, സാധാരണ ആളുകളുടെ വീടുകളിലേക്ക്, കുടുംബങ്ങളിലേക്കും എത്തിക്കൊണ്ട് കൃത്യമായി തന്നെ അത് അവരോട് സംവദിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഗ്രഹ ക്യാമ്പയിൻ, അത്തരമുള്ള സമ്പർക്ക പരിപാടിയാണ് BJP പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ വരുന്ന ദിവസങ്ങളിൽ 5-ാം തീയതി രാജീവ് ചന്ദ്രശേഖരൻ പൂജപ്പുരം മുതൽ കാലടി വരെയുള്ള ഭാഗത്താണ് വൈകിട്ട് 3 മണിക്ക് തുടങ്ങുന്ന പദയാത്ര, ഏകദേശം 4 കിലോമീറ്റർ വരുന്ന പദയാത്രയിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം 10-ാം തീയതി VV രാജേഷ് ഉള്ള പദയാത്രയുണ്ട്. കഴക്കൂട്ടം മണ്ഡലത്തിൽ V മുരളീധരന്റെ പദയാത്രയുണ്ട്. അതേപോലെ തന്നെ വട്ടിയൂർക്കാവിൽ ശ്രീലേഖ IPSന്റെ പദയാത്രയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ കരമന ജയന്റെ പദയാത്രയുണ്ട്. കോവളം മണ്ഡലത്തിൽ BJP ജനറൽ സെക്രട്ടറി S സുരേഷിന്റെ പദയാത്രയുണ്ട്. അങ്ങനെ വിപുലമായ രീതിയിൽ 5-ാം തീയതി മുതൽ 11-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പദയാത്രകളാണ് BJP ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ എല്ലാ ഭാഗങ്ങളിലും മുൻ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെക്കാൾ ഏറ്റവും മികച്ച രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ അത് ബൂത്ത് തലത്തിൽ കൃത്യമായി കൂടുതൽ സ്ക്വാഡുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുണ്ട്. നിലവിൽ തിരുവനന്തപുരത്തിന്റെ ഗ്രാമ നഗര പ്രദേശങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ BJP ഏത് തരത്തിലാണോ ഇടപെട്ടിരുന്നത് അതിൽ നിന്ന് വളരെയേറെ ദൂരം മുന്നോട്ട് പോയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ മതിലുകളിലെല്ലാം തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയെ, NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ള പോസ്റ്ററുകളും ബോർഡുകളും ഒപ്പം തന്നെ ചുവരെഴുത്തുകളും ഇതിനകം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് സ്ഥാനാർത്ഥി ആരാണെന്നുള്ള പ്രഖ്യാപനം നടത്തുക എന്നുള്ള ഒരു കടമ്പ മാത്രമാണ് ഇനി BJPക്ക് മുന്നിൽ ബാക്കിയുള്ളത്. ബാക്കി എല്ലാ തരത്തിലുള്ള ഇതിന്റെ ആദ്യഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ഇനി 6-ാം തീയതിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതോടുകൂടി തന്നെ BJPയുടെ എല്ലാ നേതൃത്വത്തിന്റെയും മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് തലസ്ഥാനത്തിലേക്കും. തലസ്ഥാനത്തെ നിലവിലെ ഒരു നില അനുസരിച്ച് BJPക്ക് 35 കൗൺസിലർമാരാണ് ഉള്ളത്. കോൺഗ്രസിന്, അതായത് UDFന് 10 കൗൺസിലറും 55 കൗൺസിലറും LDFനുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 51+ എന്ന് പറയുന്ന മാജിക്കൽ സംഖ്യ കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അനന്തപുരി പിടിക്കാൻ പറ്റുള്ളൂ. അനന്തപുരി പിടിച്ചു കഴിഞ്ഞാൽ കേരളം പിടിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. അതായത് UP പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ അനന്തപുരി പിടിച്ചാൽ കേരളം പിടിച്ചു എന്നുള്ളത്. അതുകൊണ്ട് ഏത് നിലയും ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ള ടാർഗറ്റ് BJP കൃത്യമായി തന്നെ പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ട്, BJP അനുഭാവികൾക്ക് കൊടുത്തിട്ടുണ്ട്, BJPയുടെ സംഘടനാ സംവിധാനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള അരയും തലയും മുറുക്കിയുള്ള പ്രവർത്തനങ്ങൾ അത് കൃത്യമായി BJP ഓപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ.